മുനമ്പം വിഷയത്തിൽ വിമർശനവുമായി കേരള ലാറ്റിൻ കത്തോലിക്ക സഭ രംഗത്തെത്തിയിരിക്കുന്നു. മുനമ്പം പ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കി കത്തിച്ചു നിർത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം. തീരപ്രദേശത്തും വെറുപ്പിന്റെ വിദ്വേഷക്കൊടി പാറിക്കാൻ മുനമ്പം കാരണമാകുമെന്ന് ചിലർ ഊറ്റം കൊള്ളുന്നുവെന്നും സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിലെ എഡിറ്റോറിയലിലാണ് ഈ വിമർശനം ഉയർന്നിരിക്കുന്നത്. ശ്യാം കുമാർ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്യാം, ഇതിപ്പോൾ മുൻപത്തെ വിഷയം അത് ക്രൈസ്തവ മുസ്ലിം ഒരു സംഘർഷാവസ്ഥയാക്കി മാറ്റി നിർത്താൻ ഒരു സംഘം ശ്രമിക്കുന്നുണ്ട്. അത് ആര് എന്ന് ഈ ലേഖനത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ആർക്കെതിരെയാണ് ഈ വിമർശനം? പ്രജിൻ, വളരെ കൃത്യമായി തന്നെ മുനമ്പം വിഷയത്തിൽ വിമർശനവുമായി കേരള ലാറ്റിൻ കത്തോലിക്ക സഭയുടെ ഈ ഞായറാഴ്ച പുറത്തിറങ്ങുന്ന മുഖപത്രമായ ജീവനാഥത്തിലെ എഡിറ്റോറിയൽ പുറത്തു വന്നിരിക്കുകയാണ്. ആ മാസിക പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത് എല്ലാ ഞായറാഴ്ചകളിലുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് മുനമ്പം പ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കി കത്തിച്ചു നിർത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. മലയോര മേഖലയിൽ ഉണ്ടാക്കിയതുപോലെ തീരപ്രദേശത്തും വെറുപ്പിന്റെ വിദ്വേഷക്കൊടി പാറിക്കാൻ ചിലർ ശ്രമിക്കുന്നു, അവർ ഊറ്റം കൊള്ളുന്നു എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. മുനമ്പം വിഷയം എങ്ങനെ പരിഹരിക്കുമെന്ന് ഈ നിയമത്തിൽ ഇപ്പോഴും വ്യക്തതയുണ്ടോ എന്നൊരു ചോദ്യം കൂടി ലാറ്റിൻ കത്തോലിക്ക സഭയുടെ ജീവനാഥത്തിലെ എഡിറ്റോറിയലിൽ ചോദിക്കുന്നുണ്ട്. പുതുമഴയിലെ ഈയാമ്പാറ്റകളെ പോലെ ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നവർ അത് കടപ്പുറത്ത് അടിഞ്ഞുകൂടും, അതിന് എത്ര കാലം കൂടി കാത്തിരിക്കണമെന്നൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. ഉമ്മീദിലെ നിയത്ത് എന്ന പേരിലാണ് ഈ എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ള പ്രത്യക്ഷ വിമർശനം തന്നെയാണ് തീരപ്രദേശത്ത് വലിയ ശക്തി കേന്ദ്രമായ കേരള ലാറ്റിൻ കത്തോലിക്ക സഭ അതിന്റെ മുഖപത്രത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്.